എല്ലാവർക്കും സ്വാഗതം. കുറച്ചധികം ഒളിമ്പിക്സ് ക്വിസുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനിയും കുട്ടിമാഷിനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ച രാജ്യം ഏത്? ഗ്രീസ്. ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷമാണ്? എവിടെ വെച്ചാണ്? BC 776 ഒളിമ്പിയയിൽ വെച്ചിട്ടാണ്. ഒളിമ്പിയ എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഒരു സ്ഥലമാണ്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പിയറി കുബർട്ടി. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1896 ഏതൻസിൽ വെച്ചിട്ടാണ്. ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ്? വെളുപ്പ്. ഏത് ഒളിമ്പിക്സ് മുതലാണ് ഒളിമ്പിക്സ് പതാക നിലവിൽ വന്നത്? 1920 ആൻറ്റ്വെർപ്പ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്ന ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ്? ആ നിറങ്ങൾ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളാണ്? നീല യൂറോപ്പിനെയാണ്, മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. ഒളിമ്പിക്സ് മുദ്രാവാക്യം എന്താണ്? കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ ശക്തിയിൽ. ഒളിമ്പിക്സ് മുദ്രാവാക്യം തയ്യാറാക്കിയത് ആര്? റവർ ഫാദർ ഡിയോൺ. ഒളിമ്പിക്സ് മുദ്രാവാക്യം ആദ്യമായി ഏർപ്പെടുത്തിയ ഒളിമ്പിക്സ് ഏത്? പാരീസ് ഒളിമ്പിക്സ്. 1924 ഫ്രാൻസിൽ നടന്ന രണ്ടാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത്. വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത്? 1900 പാരീസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലുസാന. അത് സ്വിറ്റ്സർലാൻഡിലാണ് കേട്ടോ. ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ജപ്പാൻ. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത്? 1900 നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപവത്കരിച്ചത് ഏത് വർഷമാണ്? 1927. ഏത് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി ഹോക്കിയിൽ ഒളിമ്പിക്സിൽ സ്വർണം നേടിയത്? ആംസ്റ്റർഡാം ഒളിമ്പിക്സ് ആയിരുന്നു. അത് 1928 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ ലഭിച്ചതാർക്ക്? KD ജാദവിനാണ്. അത് 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലായിരുന്നു മെഡൽ കിട്ടിയത്. BC 776 ഗ്രീസിലെ ഏതു നഗരത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്? ഒളിമ്പിയയിലാണ് നടന്നത്. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി കുബർട്ടിൻ ഏതു രാജ്യക്കാരനാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ. ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയത് ആര്? നോർമൻ പ്രിച്ചാർഡ്. അത് 1900 പാരീസ് ഒളിമ്പിക്സിൽ വെച്ചിട്ടായിരുന്നു. നോർമൻ പ്രിച്ചാർഡ് ഏത് ഇനത്തിലാണ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയത്? പുരുഷന്മാരുടെ 200 മീറ്റർ ഹർഡിൽസ്. ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്? 8 സ്വർണ്ണ മെഡൽ. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? കർണം മല്ലേശ്വരി. ഭാരോദ്വഹനത്തിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയിട്ടുള്ളത്. ആദ്യമായി ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിത ആര്? PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആര്? ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിലായിരുന്നു ഷൈനി പങ്കെടുത്തത്. ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി വനിത ആര്? PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ ആദ്യമായി സെമി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ വനിത ആര്? ഷൈനി വിൽസൺ. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക് ഹോക്കി സ്വർണം നേടുമ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ജയ്പാൽ സിംഗ്. ഇന്ത്യൻ ഒളിമ്പിക് ഹോക്കി ടീമിനെ നയിച്ച ഏക മലയാളി ആര്? PR ശ്രീജേഷ്. 2016 റിയോ ഒളിമ്പിക്സിലായിരുന്നു അത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ.
ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആര്? ഷൈനി വിൽസൺ. 1984, 88, 92, 96 ഇങ്ങനെ 4 ഒളിമ്പിക്സിൽ ഷൈനി വിൽസൺ പങ്കെടുത്തിട്ടുണ്ട്. തുടർച്ചയായി 7 ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ലിയാണ്ടർ പേസ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തിയ ആദ്യ വനിത ആര്? ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ വെച്ച്. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? മാനുവൽ ഫെഡറിക്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു മാനുവൽ ഫെഡറിക്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ദോറാബ്ജി ടാറ്റ. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? പിയറി ഡി കുബർട്ട്. ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ രാജ്യം ഏത്? USA. 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വച്ചാണ്? പാരീസ്. പാരീസ് എത്രാമത്തെ തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത്? 3. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഇത്തവണ ഒളിമ്പിക്സിന് മത്സരിക്കുന്നത്? 206. 2024 പാരീസ് ഒളിമ്പിക്സിൽ എത്ര കായിക ഇനങ്ങളാണ് ഉള്ളത്? 32. ഇതുവരെ നടന്ന ഒളിമ്പിക്സിൻ്റെ 32 പതിപ്പുകളിലായി ഇന്ത്യക്ക് നേടാനായത് ആകെ എത്ര മെഡലുകളാണ്? 35. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിരുന്നു? 7. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഫ്രിജിയൻ തൊപ്പികൾ. എന്താണ് 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം? എല്ലാവർക്കും ഒളിമ്പിക്സിലേക്ക് സ്വാഗതം. ഒളിമ്പിക് ഗെയിമിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ താരം ആര്? മൈക്കൽ ഫെൽപ്സ്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം എന്നാണ്? ജൂൺ 23. ഇതുപോലുള്ള നല്ല അടിപൊളി ക്വിസ് വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ആ ബെൽ ബട്ടൺ ഓണാക്കിയിടാൻ മറക്കരുത്. ഇനിയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നമുക്ക് കുട്ടിമാഷിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ശരി, താങ്ക്